ദേവിക ഇപ്പോൾ ദേവികയുടെ ഡെബ്യൂ ഫിലിം തന്നെ സത്യൻ അന്തിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ടിലാണ്. ശ്രീൻ സാർ എഴുതി സത്യൻ അന്തിക്കാട് സാറ് സംവിധാനം ചെയ്ത് ഫഹദ് നായകനായൊരു ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം വരുന്നത്. അപ്പോൾ ഒരു മലയാളത്തിലൊരു പുതുമുഖ നായികക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അവസരം കൂടിയാണ് അത്തരത്തിലൊരു കൂട്ടുകെട്ടിൽ ഇറങ്ങുക എന്ന് പറയുന്നത്. ഇപ്പോൾ വൺസ് അപ്പോൺ എ ടൈം കൊച്ചിയിലേക്ക് വരുമ്പോൾ തന്നെ അവിടെയും റാഫിക്ക എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് മലയാളത്തിൻ്റെ ഒരു ഹിറ്റ് മേക്കർ തിരക്കഥയിലാണ് വരുന്നത്. കൂടെ നാദൃഷിക എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഉണ്ട്. അപ്പം എന്തായിരുന്നു വൺസ് അപ്പോൺ എ ടൈം ഉള്ള സിനിമ, എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസും അതിലേക്ക് എത്തിയതൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ പ്രകാശൻ ചെയ്യുമ്പോൾ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. അപ്പോൾ അത് എന്തായാലും അത് നായിക അല്ല, നിഖില ചേച്ചിയായിരുന്നു അതിൽ നായിക. അതൊരു അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു ചെറുതാകുമ്പോഴേ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി. പക്ഷെ എങ്ങനെ അവിടെ എത്തുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ ത്രൂ കോയിൻസിഡൻസ് ആണ് എത്തിയത്. അതിന് ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. പിന്നെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി ചെയ്യാൻ ഒബ്വിയസ്ലി കാരണം റാഫി സാറും നാദിർഷ സാറും ഒക്കെയാണ്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ക്യാരക്ടറാണ് സ്റ്റോറിയാണ്. ജാനകി എന്ന് പറയുന്ന കുട്ടിയുടെ മോട്ടീവ്സ് ആർ വെരി 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 ഇൻട്രസ്റ്റിംഗ്. ആ ഒരു പോയിന്റ് ആയിരുന്നു ഏറ്റവും ക്യാപ്റ്റിവേറ്റിംഗ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അത്രയും എക്സൈറ്റഡ് ആയിരുന്നു റാഫി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുക, നാദിർഷ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുക, അർജുൻ ചേട്ടൻ, മോഹിൻ ചേട്ടൻ. അപ്പോൾ സത്യൻ സാറിൻ്റെ ആകെ ഞാൻ അതിന് മുമ്പ് സത്യൻ സാറിൻ്റെ സെറ്റിൽ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അതാണെങ്കിൽ വീട് പോലെ എല്ലാവരും കഥയൊക്കെ പറഞ്ഞ് ഒരു കുഞ്ഞു കുട്ടീനെ പോലെ തന്നെയായിരുന്നു അവരൊക്കെ നോക്കിക്കൊണ്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എങ്ങനെയാണ് വേറൊരു സെറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക, ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ഭയങ്കര സിമിലർ ആണ് ആക്ച്വലി. അതേപോലെ തന്നെ കഥയാണെങ്കിലും സംസാരമാണെങ്കിലും കളിയും ചിരിയൊക്കെ ആയി. അതെനിക്ക് ഒരുപാട് കംഫർട്ടബിൾ ആയിരുന്നു. ആ ഒരു പോയിന്റും ഒരുപാട് ഹെൽപ്പ് ചെയ്തു അത്രയും കംഫർട്ടബിളായി ആക്ട് ചെയ്യാൻ വേണ്ടി. സാറാണെങ്കിലും റാഫി സാറാണെങ്കിലും ഒരുപാട് തമാശയും ചിരിയും. എനിക്ക് ഈ കഥ കേൾക്കാനാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ കഥ എവിടെയുണ്ടോ അവിടെയാണ് ഞാൻ പോയിരിക്കുക. അപ്പോൾ അത് പറയുമ്പോഴാണ് ഇന്നസെന്റ് അങ്കിളിനൊക്കെ ഒരുപാട് ഓർമ്മ വരുന്നത്. ഒരുപാട് കഥ പറയായിരുന്നു ഇന്നസെന്റ് അങ്കിളും സെറ്റിലായപ്പോൾ. ആ കഥ കേൾക്കാൻ വേണ്ടി ഞാൻ പോയിരിക്കും. അതേ സെയിം സിറ്റുവേഷനാണ് ഇവിടെയും. നാദർഷ സാർ ഒരുപാട് മുന്നത്തെ കാലത്തെ കഥ പറയും. സാറ് ആക്ട് ചെയ്ത് തുടങ്ങിയ പാട്ടിൻ്റെയും സാറിൻ്റെ ട്രാവൽസിനെ പറ്റി ഒക്കെ പറയും. റാഫി സാർ ആണെങ്കിൽ ഒരുപാട് പണ്ടത്തെ സിനിമയിൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറുതാകുമ്പോഴേ കാണുന്ന മൂവീസാണ്, പക്ഷെ അതിൻ്റെ ബാക്കിൽ എന്താ നടക്കുന്നതെന്ന് ഇപ്പോൾ ഒന്നിലേക്കും ബിഹൈൻഡ് ദ സീൻസ് വീഡിയോസ് ഉണ്ട്, സ്റ്റോറീസ്, ആൾക്കാരെ ഇൻ്റർവ്യൂസ് പറയുന്നുണ്ട്. അപ്പോൾ അപ്പത്തെ അതിനെപ്പറ്റിയൊന്നും അറിയില്ല. പണ്ടൊക്കെ ചെറുതാകുമ്പോൾ മാഗസീൻസിലൊക്കെ വരുന്ന എന്തെങ്കിലുമൊക്കെ അമ്മയൊക്കെ വായിച്ചിട്ട് പറയുന്നതല്ല, അതൊന്നും അറിയില്ല. ആ കഥ ഇവരുടെ അടുത്തുനിന്ന് ഡയറക്റ്റ്ലി കേൾക്കുമ്പോൾ അതൊരു വേറെ എക്സ്പീരിയൻസ് തന്നെയാണ്. റാഫി സാർ ആണെങ്കിൽ പഞ്ചാബി ഹൗസിൻ്റെ ഒക്കെ ബിഹൈൻഡ് ദ സീൻസ് കുറേ കഥകളൊക്കെ പറയും. ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ആ ഒരു എക്സ്പീരിയൻസ് തന്നെ. അത്രയും ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്, അത്രയും ഹാപ്പിയാണ്. അത്രയും താങ്ക് യു.